എന്താ നമ്മളെ സാധനത്തിന് പേരുണ്ടോ? പേരാരാ കൊടുക്കുക? കമന്റ് ചെയ്യാൻ പറയാം. ഇതൊരു വെറൈറ്റി സാധനമാണ്. മസാലയും ഉള്ള കാര്യം എന്താന്ന് പറയണ്ട. അയ്യേ പോയില്ലേ, മാർക്കല്ലേ. ഇതിൻ്റെ ഉള്ളില് പലവിധ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സാധനമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഐറ്റം. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും മുഴുവനായിട്ടും ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 200 മില്ലിയുടെ 3 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിന് വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. ഇത് നമ്മളെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിൽ ബട്ടറാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തേക്കാണ്. സാധാരണ നോർമൽ വാട്ടർ ഞാൻ 1 കപ്പ് ആദ്യം ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവസാനം ഇപ്പോൾ ആദ്യം കൈകൊണ്ട് തുടരുത്, ഇങ്ങനെ ടേബിൾ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഒതുക്കി കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പിന്നെ നമുക്ക് കൈകൊണ്ട് കുഴച്ചാൽ മതി. ഇത് നമ്മുടെ പൊറാട്ടയ്ക്ക് കുഴക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ലൂസിലോട്ട് കുഴച്ച് വെക്കണം. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം മൊത്തം ബട്ടറാണെങ്കിൽ ഉഷാറായിരിക്കും. ഇപ്പോൾ സ്വല്പം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം അധികമായി പോരുത്, എന്നാലും പൊറാട്ടൻ്റെ കുറച്ചുകൂടി ലൂസ്, ഏകദേശം ഈ ഒരു ടൈപ്പ്. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ അതിനെ പീഡിപ്പിച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇതുപോലെ ചെയ്യുക. ലാസ്റ്റ് ഇതിൻ്റെ പുറത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിക്കുക, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാനിത് അടച്ചു വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ഉള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു വലിയ തക്കാളിയും പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മല്ലിയില സ്വല്പവും, ഒരു പച്ചമുളകും, പിന്നെ ഒരു 4 കോഴിമുട്ട. അത് നമുക്ക് ആഫാക്കണം ഇനി. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങനെ വേവിച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ഇങ്ങനെ ഉടച്ചെടുത്തുകയാണ്. മിക്സിയിലടിക്കരുത്, ഇതേപോലെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ കട്ടകളും ഒഴിവാക്കിയിട്ട് നല്ല സോഫ്റ്റാക്കി വെക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് കാശ്മീർ മുളക് പൊടി, 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഇതാണ് നമുക്ക് വേണ്ട മിക്സിങ് പൊടികൾ. ഇപ്പം ഞാൻ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടത് കുഴച്ച് വെച്ചതിനെക്കാട്ടും ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതിനെ ഒന്ന് പീസാക്കണം. ഞാൻ ഇതിനെ ഒരു 8 പീസാക്കണം. അതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ക്രോസ് ആയിട്ട് കേക്ക് മുറിക്കുന്നതാക്കിയിട്ട് ഇതേപോലെ. ഇനി ഇത് ഓരോ പീസും നമുക്കൊന്ന് ബോളാക്കി വെക്കണം. ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെക്കുക. അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുത്ത് വെച്ചാൽ മതി. ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും ഇതിൻ്റെ ലീഫ് കംപ്ലീറ്റ്. ഇപ്പോൾ 8 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ അടച്ചിട്ട് ഒരു കോട്ടൺ തുണിയുടെ അടച്ചു വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്വല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് സ്ഥിരം ഉപയോഗിക്കാറുള്ളത് ഇതിനൊക്കെ. ചൂടായി വരുന്ന സമയത്ത് ആ ഒരു വലിയ ഉള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതിങ്ങനെ നല്ല ജസ്റ്റ് ഒന്ന് വാട്ടുക. ഉപ്പ് ആവശ്യത്തിനിടുക. അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചി ചെയ്യുക. വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലുള്ള നമ്മുടെ മസാലപ്പൊടികളും മഞ്ഞൾപ്പൊടികളും, കുരുമുളക് പൊടി, കാശ്മീർ മുളക് പൊടി, ചെറിയ ജീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് വന്നിട്ടിട്ട് ഇടയ്ക്ക് കഴിഞ്ഞ് പച്ചമുളക് നേരത്തെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എരിവ് കൂട്ടണമെങ്കിൽ ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടാം. തക്കാളി ഇട്ട്, തക്കാളി ഒരു വലിയ തക്കാളി ചെറിയ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ശരിയായി വരണം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തക്കാളിൻ്റെ കഷ്ണം അങ്ങനെ കിടക്കും. ഇനി അതിലേക്ക് നമ്മൾ ആ പൊട്ടറ്റോ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ, പ്രസ് ചെയ്ത് വെച്ചിട്ടില്ല, അതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ഒന്ന് കംപ്ലീറ്റ്. അതിന് വല്ല കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിടുക. ഉപ്പുണ്ടോ നോക്കും വേണം, കാരണം തക്കാളിയിട്ടോട് ഉപ്പിൻ്റെ ഒരു അംശം ചിലപ്പോൾ മാറാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇടുക. മല്ലിയില ഇട്ടിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടും ഒന്ന് അളവ് കിട്ടാനും വേണ്ടിയിട്ടും. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് സർക്കിളിലാക്കുന്നുണ്ട്. സർക്കിളിലാക്കിയെങ്കിലാണ് നമ്മളുടെ ആ 8 പീസിനും പറ്റിയ ഒരേ അളവിലുള്ള മസാല കിട്ടുക. ഒരേ തിക്നെസ്സിൽ ഇങ്ങനെ
ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. ഇനി നമ്മളൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇപ്പം 8 ഭാഗമായിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റി വെക്കുക. ഇതിൽ ഒരു ഭാഗമാണ്, ഇങ്ങനെയാണ് ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് അളവിന് യാതൊരു പ്രശ്നം വരുന്നില്ല, എല്ലാത്തിലും ഒരേ മസാല ആയിട്ട് കിട്ടുകയും ചെയ്യും. കൂടുതൽ കുറവോ എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. ഇനി നമ്മുടെ കോഴിമുട്ട, ഇത് ഞാൻ കുക്കറിൽ വേവിച്ചതാണ്, ഒരു സ്റ്റീം വെച്ചിട്ട് ഓഫ് ചെയ്തതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത ആ മാവ് ഒന്ന് പരത്തി റെഡിയാക്കിയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനൊരു ഓടക്കോയിൽ മറ്റേ PVC പൈപ്പാണ് ഒന്ന് പരത്താൻ ഉപയോഗിച്ചത്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും, ഇനി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ടാവും. അതിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ കംപ്ലീറ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഇതേപോലെ. ഇതിന് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു പോർഷൻ മസാല അവിടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേബിൾ സ്പൂൺ കൊണ്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് പരത്തി കൊടുക്കുക. സെൻറ്ററിൽ ഒരു ഹാഫ് മുട്ടൻ്റെ പീസ് അവിടെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക, ഇതുപോലെ ഒന്ന് മടക്കുക, ഇതുപോലെ മടക്കുക, അങ്ങനെ മടക്കുക, അങ്ങനെ ക്രോസ് ചെയ്ത് മടക്കാതെ ഇതേപോലെ മടക്കുക. എന്നിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒതുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പ് ഭാഗം ഈ ബോട്ടാക്കി വെക്കണം. ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് കുറച്ച് എണ്ണ മതി, അധികം എണ്ണ ഉപയോഗിക്കേണ്ട, മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഭാഗം ആയി പിന്നെ മറ്റേ ഭാഗമായി. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞ ശേഷം ഇതിങ്ങോട്ട് മടക്ക് ഭാഗമെല്ലാം ആദ്യം താഴത്തേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്വല്പം ഇങ്ങനെ എണ്ണ ഒന്ന് തെളിച്ചു കൊടുക്കുക. ഒന്നിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് പിന്നെ ഇതൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുക ഇതേപോലെ. ഈ ടോപ്പ് ഭാഗമാണ് കുറച്ചൊന്ന് വെന്തിട്ടാൻ താമസം എടുക്കുക. വേറെ ഒന്നുകൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടി മറിച്ചിട്ടിട്ടുണ്ട്. ചെറു തീയിൽ വെച്ചാൽ മതി, തീ കുറവാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അല്ലാണ്ട് പെട്ടെന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ഇത് കുറച്ച് വൈകി വെച്ചതുകൊണ്ട് സ്വല്പം കൂടി വേഗം ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 8 പീസ് 8 സൈസിൽ 8 മോഡലുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി മസാലയൊക്കെ എല്ലാം ഒരേ അളവിൽ തന്നെ ആയിരിക്കും. ഇതിനെ ഞാനിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കച്ചപ്പോ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ ഒക്കെ വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ സിംഗിളായിട്ട് തന്നെ കഴിക്കുക. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക. ബട്ടർ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി അതിൻ്റെ ലീഫ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ യാത്രകളൊക്കെ നമ്മുടെ ചാനലുണ്ട്, ഒക്കെ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.